അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ഫൈൻഡ് ദ റാഷണൽ നമ്പർ എക്സ് സച്ച് ദാറ്റ് 5/6 ഇൻറ്റു എക്സ് പ്ലസ് 3/5 ഇസ് ഈക്വൽ ടു 5/6 എക്സ് പ്ലസ് 1/2. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എക്സ് എന്താണ്, റാഷണൽ നമ്പർ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. റൈറ്റ്, ഇത് ഗണിതമഞ്ചരി ക്ലാസ് 9 എക്സസൈസ് 3.3 ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കാം നമുക്ക് എക്സ് എന്താന്ന് വരാന്നത്. നമുക്ക് കണ്ടവർക്ക് എക്സ് എന്തോ ഒരു വാല്യൂ നമുക്ക് നോക്കാം, സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണ് വരാന്ന്. That is 5/6 into x plus 3/5 എന്ന് പറഞ്ഞാൽ we can use the distributive property, right? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ 5/6 into x plus 3/5 is equal to 5/6 x plus 1/2. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തന്നിട്ടുണ്ട്, ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 5/6 that is distributive property. 5/6 into x plus 5/6 into 3/5 and right hand side we are given 5/6 x plus 1/2. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുന്നത് പ്ലസ് 1/2. ഇനി 5/6 എക്സ്, ദറ്റ് ഈസ് 5/6 എക്സ് എന്ന് എഴുതാം. പ്ലസ് 5/6 ഇൻറ്റു 3/5 അല്ലെ, 5 and 5 get cancel, 1 വരും. ഇനി 3 6 2 times പോകും, റൈറ്റ്? സോ 1 1s are 1, 1/2. ഇത് ക്യാൻസൽ ചെയ്താൽ ഇങ്ങനെ വരും. ദറ്റ് ഇസ് ഈക്വൽ ടു 5/6 എക്സ് പ്ലസ് 1/2. കണ്ടോ, എൽ എച്ച് എസും ആർ എച്ച് എസും ഒരേ മാതിരി വന്നിട്ടുണ്ട്, ഒരേപോലെ തന്നെ. 5/6 എക്സ് പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു 5/6 എക്സ് പ്ലസ് ഹാഫ്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്തായിരിക്കും ശരിക്കും എക്സ് എന്ന് പറഞ്ഞാല് രണ്ട് ഈക്വൽ ആണ് അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ എനി വാല്യൂ ഓഫ് എക്സ്. പക്ഷെ ഇതിലൊരു ഇതുണ്ട്, എനി റാഷണൽ നമ്പർ, ഫൈൻഡ് ദ റാഷണൽ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ റാഷണൽ നമ്പർ. അപ്പോൾ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ എനി വാല്യൂ ഓഫ് എക്സ് വേർ എക്സ് ഇസ് എ റാഷണൽ നമ്പർ. അപ്പൊ എക്സ് ഏത് റാഷണൽ നമ്പറിനും ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ക്യാൻ ബി എനി റാഷണൽ നമ്പർ. സോ ഇതിന്റെ വാല്യൂ എന്താണ്? രണ്ട് എക്സിന് ഏത് റാഷണൽ നമ്പർ ഇട്ടാലും ഇത് ഈക്വൽ ആവും. ഏത് റാഷണൽ നമ്പർ വേണം ഇടാം? എക്സ് ഇസ് ഈക്വൽ ടു 3/5 ഇടാം, എക്സ് ഇസ് ഈക്വൽ ടു 4/5. ഏത് റാഷണൽ നമ്പറും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. സോ ദ സൊല്യൂഷൻ വിൽ ബി എക്സ് ക്യാൻ ബി എനി റാഷണൽ നമ്പർ. എക്സ് ക്യാൻ ബി എനി റാഷണൽ നമ്പർ. ഇതാണ് ഇതിന്റെ ആൻസർ, എനി റാഷണൽ നമ്പർ. നിങ്ങൾ ഏത് റാഷണൽ നമ്പർ ഇട്ട് നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. Okay, got it? So x can be any rational number. Okay, now, okay, thank you. Now the next question, sixth question. നമുക്ക് sixth question നോക്കാം. 1/2 plus 3/4 into 8/3 is equal to 1/2 into 8/3 plus 3/4 into 8/3 അല്ലെ? അപ്പൊ ഇതില് ഇത് തന്നെയാണ് ഞാനിപ്പോ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ ഞാൻ 8 എന്നാണ് ഈ എക്സസൈസിൽ നമുക്ക് എന്താണോ ഇതിൽ ആവശ്യമുള്ളത് മെയിൻ ആയിട്ട് ആ ഇമ്പോർട്ടൻസ് വൈസിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്ക്, 1/2 that is 1/2 plus 3/4 is multiplied with 8/3. ഷോ ദാറ്റ് ആണ്, നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ആൻസർ ആണ് കിട്ടണം. റൈറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലൂടെ പോയിട്ട് ഒരു ആൻസർ കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു ആൻസർ കിട്ടും. ഹെൻസ് LHS ഈക്വൽ ടു RHS എന്ന് പറഞ്ഞാൽ പ്രൂവ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഞാൻ ആദ്യം LHS ആണ് എടുത്തത്. LHS ഹാഫ് പ്ലസ് 3/4 into 8/3. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഹാഫ് പ്ലസ് 3/4 എന്താന്ന് കണ്ടുപിടിക്കും. LCM മെത്തേഡിൽ ഹാഫ് പ്ലസ് 3/4 എന്താന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഇതിന്റെ LCM എന്താ വരിക? LCM ഓഫ് 2 and 4 എന്താ വരിക? LCM ഓഫ് 2 and 4 is 4 ആണ് എന്തായാലും അല്ലെ. 2ന്റെ ടേബിളിലും 4 ഉണ്ട്, 4ന്റെ ടേബിളിലും 4 ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി LCM മെത്തേഡിൽ കാണണമെങ്കിൽ 2 ഇതിന്റെ ഇത് ഈവൻ ഇൻഡിജർ, ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, രണ്ടിന് 2 പോകും. അപ്പൊ 2 goes on to 1 time, 2 goes on for 2 times. ഓക്കെ, again 2, then 1, 1. So LCM is equal to, എന്താണ് LCM വരിക? LCM is 4. ഓക്കെ, LCM is equal to 2 is multiplied with 2 is equal to 4 എന്ന് വരും. അപ്പൊ ഇത് LCM 4 വന്നാൽ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടിനെ LCM 1 ആക്കണം. ദാറ്റ് ഈസ് ഇപ്പൊ LCM എത്ര വന്നു? ഇവിടെ 4 വന്നില്ലേ, ഇവിടെ 4 വന്നു, റൈറ്റ്? അപ്പൊ ഇനി 2 is multiplied with 2, റൈറ്റ്? 2നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് 4 വരിക. അപ്പൊ 2 is multiplying with 2 it will become 4. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 2s are 2, ഇവിടെ താഴെ 4 ആവുള്ളൂ. പ്ലസ് 4 ഓൾറെഡി ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ 4 1s are 4 ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ 4 1s are 4 ആണ്. അപ്പൊ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3. ഓക്കെ, മനസ്സിലായോ? ഇവിടെ 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക? LCM 4 അല്ലേ. അപ്പൊ ഏത് നമ്പർ കൊണ്ടാന്ന് ആദ്യം നോക്കുക. 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക. അതേ നമ്പർ നമ്മൾ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 2s are 2. ഇനി 4 ഓൾറെഡി 4 ആണ് ഇവിടെ ഡിനോമിനേറ്റർ. അപ്പോൾ 3 1s are 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. ഓക്കെ, 5/4. അപ്പോൾ ഈ ഒരു ആൻസർ ആണ് നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് 5/4 എന്ന് കിട്ടിയിരിക്കുന്നത്.
അപ്പൊ ഇനി അവിടെ 5/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 5/4 മൾട്ടിപ്ലൈങ് വിത്ത് 8/3. 8/3. ഓക്കെ. അപ്പോൾ ഇനി 8ഉം 4ഉം നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബോർഡ് മാസ് റൂൾ ആണ് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ഇസ് അപ്പൊ ബ്രാക്കറ്റ് ഒമിറ്റ് ചെയ്യണം. ദെൻ 4 ഇനി ഡിവിഷൻ ആണ്, ഡിവിഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ലാസ്റ്റ് ആണ് നമുക്ക് സബ്ട്രാക്ഷനും എന്ത് വരുന്നത്, അഡീഷനും വരുന്നത്. ഓക്കെ. അപ്പൊ 4 ഗോസ് ഓൺ. ഇവിടെ ഡിവിഷൻ ഉണ്ട്, നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഡിവൈഡ് ചെയ്യാനില്ല. നെക്സ്റ്റ് ഓപ്പറേഷൻ ഇസ് മൾട്ടിപ്ലിക്കേഷൻ. 2 5s are 10. അപ്പൊ 10/3. LHS is 10/3. ഇനി നമുക്ക് RHS എടുക്കാം. RHS എന്താണ് ഇതിൽ വരുന്നത്? 1/2 ഇൻറ്റു ഇതാണ് RHS. ഹാഫ് ഇൻറ്റു ഇതാണ് RHS അല്ലെ. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 8/3 പ്ലസ് 3/4 ഇൻറ്റു 8/3. അപ്പൊ RHS മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് RHS എന്താ പറയുന്നത്? 1/2. RHS ഈസ് 1/2 ഇൻറ്റു 8/3 പ്ലസ് 3/4 ഇൻറ്റു 8/3. ഇതാണ് നമ്മളെ RHS. ഓക്കെ. ഇനി LHS കഴിഞ്ഞാൽ ഞാൻ RHS എടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ബോർഡ് മാസ്, ഓൾവേസ് ബോർഡ് മാസ് റൂൾ. ഒരിക്കലും നമ്മൾ ആദ്യം അഡീഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ. ആദ്യം ഈ അഡീഷനിലേക്ക് പോയിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. ഡിവിഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ലാസ്റ്റ് ആണ് അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാനുണ്ടല്ലോ, കട്ട് ചെയ്യാം നമുക്കിത് അല്ലേ. 2 goes on 8 4 times. ഇനി 4 goes on 8 2 times. 3 and 3 got cancelled അല്ലേ. അപ്പോൾ ഇത്ര 1 4s are 4 വന്നു. 4/3 പ്ലസ് 4/3 1 2s are 2 വന്നു. അപ്പൊ 2/1 ആണ്. അപ്പൊ 2 എന്ന് എഴുതാം. ഇനി 4/3 പ്ലസ് 2/1. അപ്പൊ നമുക്ക് 3 ആണ് ഇവിടെ LCM. ഡിനോമിനേറ്റർ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ എന്താ LCM വരിക? 3. 3 LCM വന്നു. ഇവിടെ 3 ഓൾറെഡി 3 ഉണ്ട്. അപ്പൊ 4 നമുക്ക് ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ബിക്കോസ് 3 1s ആണ് 3. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4 1s ആണ്. അപ്പൊ 4 കൊണ്ട് 4 1s ആണ് ശരിക്കും. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ 1 3 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ സെയിം നമ്പർ യു വാണ്ട് ടു മൾട്ടിപ്ലൈ വിത്ത് ന്യൂമറേറ്റർ അല്ലേ. ഡിനോമിനേറ്റർ നമുക്ക് 3 അപ്പൊ 2 3s are 6 കണ്ടാ. 6 ദാറ്റ് ഈസ് 10/3 കണ്ടോ. അപ്പൊ RHS ഉം 10/3 ആണ്, LHS ഉം 10/3 ആണ്. Therefore we can write LHS is equal to RHS, hence proved. ഓക്കെ. അത് പ്രൂവ് ചെയ്തു. ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ശരിക്കും അത്. ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മളിവിടെ പ്രൂവ് ചെയ്തു കണ്ടോ. ഹാഫ് പ്ലസ് 3/4 ഇൻറ്റു 8/3 is equal to ഹാഫ് ഇൻറ്റു 8/3 പ്ലസ് 3/4 ഇൻറ്റു 8/3. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദ ഫോളോയിങ് യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. കണ്ടോ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം 7/6 ഇൻറ്റു 6/7 മൈനസ് 3/4 ആണ്. അപ്പൊ ഞാൻ ഈ സം ഒന്നും കൂടി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്, ഫോളോയിങ് യൂസിങ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇല്ലാതെ നമുക്ക് ചെയ്യാം, ഇത് LCM എടുത്ത് ചെയ്യാം. പക്ഷേ ഇത് യൂസിങ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആയത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താ വരുന്നത്? A ഇൻറ്റു ബി മൈനസ് സി ഈസ് ഈക്വൽ ടു A ഇൻറ്റു ബി മൈനസ് A ഇൻറ്റു സി ആണ്. റൈറ്റ്. അപ്പൊ 7/9 ഇത് എന്താ വരിക? 7/9 ഇൻറ്റു 6/7. ഇനി ഇവിടെ മൈനസ് 7/9 ഇൻറ്റു 3/4 ഇങ്ങനെ വരും. ഇൻറ്റു 3/4 വരും. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ബോർഡ് മാസ് റൂൾ. എവിടെയെങ്കിലും ഡിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. 7 and 7 got cancel. ഇനി ഇവിടെ നമുക്ക് 3 9ൽ 3 ടൈംസ്. ഇതെങ്ങനെ പോവോ? ഇല്ല അല്ലെ. ഇനി 6ലും 9ലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 3s are 6 ആണ്, 3 3s are 9 ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക? 2/3 മൈനസ് 1, ഇത് 7 1s are 7 ആയി. 7/4 3s are 12 ആയി. 2/3 മൈനസ് 7/12. 2/3 മൈനസ് 7/12. അപ്പൊ നമുക്ക് ഇവിടെ ഇനി 12 2/3 7/12 2 ഫ്രാക്ഷൻസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ ഇവിടെ 12 ആണ്. 3യും 12ന്റെയും LCM എന്ന് പറഞ്ഞാൽ 12 ആണ്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ശരിക്കും സംശയം വരാൻ പാടില്ല. 9th സ്റ്റാൻഡേർഡിലേക്ക് എത്തിയില്ലേ, നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് LCM കണ്ടുപിടിക്കാൻ പറ്റണം. 3 3s are 1, 3 goes on 12 4 ടൈംസ് അല്ലേ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കാം, അല്ലെങ്കിൽ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. കേട്ടോ. 2 എടുത്ത് 1 1. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 3 2s are 6, 6 2s are 12. സോ LCM is equal to 12 വന്നില്ല. ഇനി ഇതിന് സെയിം ഡിനോമിനേറ്റർ ആക്കാം. അപ്പൊ 12 ആണ് LCM വന്നത്. ഓക്കെ. 3 into which number is 12? 3 into 4s are 12, right? 3 4s are 12. അതേ നമ്പർ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 4s are 8 മൈനസ് 12 1s are 12 ആണ്. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 മൈനസ് 7/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/12. കേട്ടോ, 1/12. ഇത് 1/12 എന്ന് കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ്? ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് 1/12 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതാ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് എക്സസൈസ് സെറ്റ് 3.3 ആണ് കേട്ടോ. എക്സസൈസ് 3.3 തേർഡ് തേർഡ് സബ്ഡിവിഷൻ ആണിത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് മീൻസ് നെഗറ്റീവ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. -7/9 -2/3 അല്ലെ. അപ്പൊ 2 നെഗറ്റീവ് ഉണ്ട് ഇവിടെ. അപ്പൊ അതെന്താവും? പ്ലസ് ആവും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷന്റെ ലോ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സബ്ട്രാക്ഷൻ വന്ന എഡീഷൻ ആൻഡ് ആഡിറ്റീവ് ഇൻ സെക്കൻഡ് നമ്പർ. അപ്പൊ നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. 2 നെഗറ്റീവ് വന്ന നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ് എന്ന് എഴുതിയിട്ട് 2/3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഈസി മെത്തേഡ്. 2 നെഗറ്റീവ് കണ്ട് അത് പ്ലസ് എഴുതാം. നെഗറ്റീവ് ഇസ് പോസിറ്റീവ് അല്ലെ. അപ്പോൾ 2/3 എന്ന് എഴുതി. ഇനി 9 ഉം 3 LCM ഓഫ് 9 and 3. അങ്ങനെ നമുക്ക് വെറുതെ ഫ്രാക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റില്ല. ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ 9 3ന്റെ LCM 3 goes on 9 3 times, 3 goes on 3 1 time, 3 1 ഇതൊക്കെ ഞാൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം. ഇതിന്റെ LCM 9 ആണ് കേട്ടോ. 3 3s are 9. LCM is 9. അപ്പൊ LCM of 9 and 3 is actually 9 ആണ്. ദറ്റ് ഈസ് LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3ന്റെ ടേബിളിലും 9 ഉണ്ട്, 9ന്റെ ടേബിളിലും 9 ഉണ്ട്. രണ്ടിലും കൂടിയുള്ള കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 9 ആണ്. ഓക്കെ, അപ്പൊ ഇനി 9 LCM ആണ്. ഇനി ഓൾറെഡി 9 ആണ്, സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പൊ അങ്ങനെ തന്നെ ന്യൂമറേറ്റർ എഴുതാം പ്ലസ്. ഇനി 3നോട് വിച്ച് നമ്പർ? 3നോട് ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 3 3s are 9 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6 വന്നു. ദറ്റ് ഈസ് -7 + 6/9 is -1/9. ഇത്ര മതി. ഓക്കെ, ഇതിൽ നമ്മൾ എക്സസൈസ് 3.3 ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.